back to my channel. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു ഗെയിം കോഡ് ചെയ്തിരുന്നു, ഗസ് മൈ നമ്പർ എന്ന് പറഞ്ഞ ഗെയിം. അപ്പം അതാരും കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതാ ഇവിടെ ഐക്കാർഡിലിടാം. ടപ്പേന്ന് പോയി എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരിക. വളരെ സൂപ്പറായിട്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ഗസ് മൈ നമ്പർ ഗെയിം കോഡ് ചെയ്യാമെന്ന് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കോഡ് ചെയ്യാൻ പോകുന്ന ഗെയിം സ്റ്റോൺ പേപ്പർ സിസർ. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ നമ്മുടെ സ്കൂൾ ലൈഫിൽ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ കളിച്ചിട്ടുള്ളൊരു ഗെയിമാണ് സ്റ്റോൺ പേപ്പർ സിസർ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലോജിക്ക് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നും. എങ്കിലും നമുക്കിവിടെ പറഞ്ഞു ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 3 കാറ്റഗറിയാണുള്ളത്, സ്റ്റോൺ പേപ്പർ സിസർ അല്ലേ. അപ്പോൾ 2 പേരായിരിക്കും ഗെയിം കളിക്കാനുണ്ടാവുക. രണ്ടുപേരും സ്റ്റോൺ പേപ്പർ സിസർ എന്ന് പറഞ്ഞിട്ട് ഓരോ ഓപ്ഷൻസ് സെലക്ട് ചെയ്യും. ഇതിൽ 2 പേരും ഇപ്പം ഒരാൾ സ്റ്റോണും ഒരാൾ പേപ്പർ ആവുകയോ ആയിക്കഴിഞ്ഞാൽ സ്റ്റോൺ വന്ന ആൾ വിൻ ചെയ്യും. അപ്പം അതാണ് നമ്മുടെ ഗെയിമിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരാൾ പേപ്പറും ഒരാൾ സിസറും വന്നു കഴിഞ്ഞാൽ സിസർ വന്ന ആൾക്കാണ് പോയിന്റ് കിട്ടുക. അല്ലെങ്കിൽ പിന്നെ ഒരാൾ സ്റ്റോണും ഒരാൾ സിസറും പറഞ്ഞു, അപ്പോൾ സ്റ്റോൺ കിട്ടിയ ആളായിരിക്കും വിൻ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഈ ഗെയിം കോഡ് ചെയ്യാൻ പോകുന്നത് പൈത്തൺ ലാംഗ്വേജിലാണ്. പൈത്തൺ ലാംഗ്വേജിൽ റാൻഡം എന്ന് പറയുന്ന മൊഡ്യൂളിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റാൻഡം മൊഡ്യൂൾ എന്തിനാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിരുന്നു. എന്താണ് റാൻഡം വാല്യൂസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നമുക്ക് റാൻഡമായിട്ട് 3 ചോയ്സാണുള്ളത്. അപ്പം ഇവിടെ നമ്മുടെ ഒരു പ്ലെയർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറും ഒരു പ്ലെയർ നമ്മൾ യൂസറുമാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ചോയ്സ് എന്ന് പറഞ്ഞാൽ റാൻഡമായിട്ട് സെലക്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതാ ഈ റാൻഡം മൊഡ്യൂള് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി കോഡെല്ലാം ഫുള്ള് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളല്ലാതെ ലൈവായിട്ട് ടൈപ്പ് ചെയ്യാൻ പോയാൽ വീഡിയോ ഒരുപാട് ലെന്തി ആയിപ്പോവും. അപ്പം നമ്മുടെ വീഡിയോയുടെ ലെന്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കോഡ്സ് എല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. എങ്കിൽ ഞാൻ എങ്ങനെയാണ് കോഡ് ചെയ്യുന്നതെന്നും അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു റാൻഡം വാല്യൂസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റാൻഡം എന്ന് പറയുന്ന മൊഡ്യൂൾ മൊഡ്യൂൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്തു. അതിന് ശേഷം സി ചോയ്സ് ഈസ് ഈക്വൽ ടു, അതായത് 3 റാൻഡം വാല്യൂസ് ആണുള്ളത്. അത് നമ്മളൊരു ലിസ്റ്റായിട്ടാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്, സ്റ്റോൺ പേപ്പർ സിസർ. അപ്പം ഈ 3 ചോയ്സിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം കമ്പ്യൂട്ടർ ചൂസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മൾ റാൻഡംലി ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഒരു വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ വൈൽ ലൂപ്പ് ട്രൂ ആവുന്ന കണ്ടീഷൻ വരെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഉണ്ടോ ഈ വൈൽ ലൂപ്പ് എൻഡ് ചെയ്യുന്നത് ഇതാ നോക്കുക, കണ്ടോ ഏറ്റവും അവസാനമാണ് ഈ വൈൽ ലൂപ്പ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി നമുക്ക് വൈൽ ലൂപ്പിനകത്തേക്ക് കയറി കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രിൻറ്റ് ചെയ്യിപ്പിക്കും. സ്റ്റോൺ പേപ്പർ സിസർ ഗെയിം എന്ന് പറയുന്നത് നമുക്കൊരു ഹെഡിങ്ങുള്ള നമ്മൾ പ്രിൻറ്റ് ചെയ്യിപ്പിക്കും. അതിനുശേഷം നമ്മൾ 2 വേരിയബിൾസ് യു വിൻ സി വിൻ എന്ന് പറഞ്ഞ 2 വേരിയബിൾസ് 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ഇത് പിന്നീട് ഇൻക്രിമെൻറ്റ് ചെയ്യും. അതായത് ഈ യു വിന്നിനകത്ത് നമ്മൾ ഇപ്പം ഞാൻ ഒരു റൗണ്ടിൽ നമ്മുടെ യൂസറാണ് വിൻ ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് 1 പോയിന്റ് കിട്ടും. ഇൻ കേസ് സിസ്റ്റമാണ് വിൻ ചെയ്യുന്നതെങ്കിൽ സിസ്റ്റത്തിന് 1 പോയിന്റ് കിട്ടും. അപ്പോൾ ആ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യു വിന്നും ഈ സി വിന്നും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളത് 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. അപ്പം ഓരോ റൗണ്ട്സ് കഴിയുമ്പം ഈ വാല്യൂ എന്ത് ചെയ്യും, ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ നമ്മൾ ഓരോ റൗണ്ടാണ്, ഇപ്പം ഞാനിവിടെ 3 റൗണ്ടാണ് ചെയ്യുന്നത്. 3 റൗണ്ട് ഓഫ് ഗെയിമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഫോർ ലൂപ്പ്, അപ്പോൾ ആ 3 റൗണ്ടിലും 3 റൗണ്ട് ഐട്രേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തു. അപ്പോൾ 1 to 4 ആണ് ഞാൻ റേഞ്ച് കൊടുത്തത്, കാരണം എനിക്ക് 3 റൗണ്ട് കളിച്ചാൽ മതി. സോ ഫസ്റ്റ് ഞാൻ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, റൗണ്ട് ഐ സ്റ്റാർട്ട്. അപ്പോൾ ഐ എന്ന് പറയുന്നത് എന്താണ്, എത്രാമത്തെ റൗണ്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് കേസ് ഇപ്പം 1 ഫസ്റ്റ് റൗണ്ട് ആണെങ്കിൽ റൗണ്ട് 1 സ്റ്റാർട്ട് എന്ന് നമുക്ക് യൂസറിന് കാണിക്കും. അതിനുശേഷം നമ്മോട് പറയും ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ. അപ്പം ഇങ്ങനെ നമ്മൾ 3 ഓപ്ഷൻസ് കൊടുക്കും. ഈ 3 ഓപ്ഷൻസിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ സ്റ്റോൺ പേപ്പർ നമുക്ക് ടൈപ്പ് ജസ്റ്റ് 1 2 3 ഇതിൽ ഏതെങ്കിലും 1 1 2 മുതൽ ഏതെങ്കിലും ഒരു നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിവിടെ എന്താണോ സെലക്ട് ചെയ്യുന്നത് അത് നമ്മുടെ യൂസർ ഓപ്ഷനാണ്. ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ യൂസറിന് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ എന്താണോ അത് യൂസർ ഓപ്ഷനാണ്. അത് യുവർ ചോയ്സിനകത്തേക്ക് ഇൻപുട്ട് ആവും.
ഇനി യുവർ ചോയ്സ് 1 ആണെങ്കിൽ, അതായത് നമ്മൾ സെലക്ട് ചെയ്ത് സ്റ്റോൺ ആണെങ്കിൽ എന്ത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും? യു സെലക്ട് സ്റ്റോൺ എന്ന് പ്രിൻറ്റ് ചെയ്തിട്ട് നമ്മുടെ ചോയ്സ് എന്താക്കി മാറ്റും? സ്റ്റോൺ എന്ന് അപ്ഡേറ്റ് ചെയ്യും. ഇനി അല്ല, എൽസീഫ് അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് യുവർ ചോയ്സ് 2 ആണെങ്കിൽ, അതായത് നമ്മൾ സെലക്ട് ചെയ്ത് പേപ്പർ ആണെങ്കിൽ നമ്മുടെ ചോയ്സ് എന്തായിട്ട് അപ്ഡേറ്റ് ചെയ്യും? പേപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഇനി അല്ല എങ്കിലോ, നമ്മൾ 3 ആണ് സെലക്ട് ചെയ്തെങ്കിൽ, അതായത് നമ്മൾ സിസർ ആണ് സെലക്ട് ചെയ്തെങ്കിൽ എന്ത് പ്രിൻറ്റ് ചെയ്യും? യു സെലക്ട് സിസർ എന്ന് പ്രിൻറ്റ് ചെയ്യുകയും ഒപ്പം യുവർ ചോയ്സ് സിസറായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഈ യുവർ ചോയ്സും സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ ചോയ്സും കമ്പ്യൂട്ടർ ചോയ്സും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ റൗണ്ടിലും ആരാ വിൻ ചെയ്തതെന്ന് നമ്മൾ നോക്കുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ ഈഫ് കേസിൽ 3 കണ്ടീഷൻ കൊടുത്തു. ഇനി ഇതല്ലാതെ 1, 2, 3 ഇതും അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പേഴ്സ് നമ്മൾ ടൈപ്പ് ചെയ്താൽ അതെന്താണ്? ഇൻവാലിഡ് ആയിട്ട് നമുക്ക് കാണിക്കണം. സോ അത് നമ്മൾ എൽസ് കേസായിട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ കയ്യിൽ യൂസറിൻ്റെ ചോയ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി സിസ്റ്റത്തിൻ്റെ ചോയ്സ്, സിസ്റ്റം സെലക്ട് ചെയ്യുന്ന ചോയ്സ്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ചോയ്സ് ഏതായിരിക്കണം? ഈ ലിസ്റ്റിൽ നിന്നായിരിക്കണം സിസ്റ്റം ചൂസ് ചെയ്യേണ്ടത്, അതും റാൻഡംലി ചൂസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത്. കമ്പ്യൂട്ടർ ചോയ്സ് ഈസ് ഈക്വൽ റാൻഡം ഡോട്ട്, അതായത് റാൻഡം എന്ന മൊഡ്യൂളാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഡോട്ട് ചോയ്സ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണം? സി ചോയ്സ് എന്ന് പറയുന്ന ലിസ്റ്റിൽ നിന്ന്, അതായത് സി ചോയ്സ് എന്ന് പറഞ്ഞാൽ ഈ ലിസ്റ്റിൽ നിന്ന് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം സിസ്റ്റത്തിന് റാൻഡമായിട്ട് ഓരോ ഓപ്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതാ ഈ സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പം സിസ്റ്റത്തിൻ്റെ ചോയ്സ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് കമ്പ്യൂട്ടർ ചോയ്സിലേക്ക് അപ്ഡേറ്റ് ആവുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? കമ്പ്യൂട്ടർ സെലക്ട് എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ ഏത് ഓപ്ഷനാണോ സെലക്ട് ചെയ്തത്, നമ്മുടെ ഈ വേരിയബിളിൽ എന്താണോ സ്റ്റോർ കമ്പ്യൂട്ടർ ചോയ്സിൽ എന്താണോ അപ്ഡേറ്റ് ആയിരിക്കുന്നത് അതിവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഇനിയാണ് നമ്മൾ ഓരോ റൗണ്ടിൽ ആരാണ് വിൻ ചെയ്യുന്നത് നമുക്ക് തീരുമാനിക്കണം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് അതാണ് നമ്മൾ ഈ ഈഫ് എൽസ് കേസിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സപ്പോസ് നമ്മൾ സെലക്ട് ചെയ്ത ചോയ്സും കമ്പ്യൂട്ടർ സെലക്ട് ചെയ്ത ചോയ്സും സെയിം ആണെങ്കിൽ ആരും തന്നെ എന്ത് ചെയ്തില്ല, ആ റൗണ്ടിൽ ജയിക്കത്തില്ല. ആ റൗണ്ട് എന്താവും? നമ്മൾ ഫെയിലായിട്ട് കളയുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ യൂസർ സെലക്ട് ചെയ്തതും പേപ്പറാണ്, കമ്പ്യൂട്ടർ സെലക്ട് ചെയ്തതും പേപ്പറാണ്. സോ അപ്പോൾ അവിടെ ആർക്കും പോയിന്റ് ഇല്ല. അപ്പോൾ ജസ്റ്റ് നമ്മളവിടെ എന്ത് പ്രിൻറ്റ് കാണിക്കും? ദിസ് റൗണ്ട് ഈസ് ഡ്രോൺ. അപ്പോൾ സോറി, ഞാൻ ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തി. ദിസ് റൗണ്ട് ഈസ് ഡ്രോൺ നമ്മൾ കാണിക്കും. ഇനി 2 കണ്ടീഷൻസ് ആണ്. ഒന്നെങ്കിൽ ഒരു റൗണ്ടിൽ ആര് ജയിക്കാം? യൂസർ ജയിക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ജയിക്കാം. ഇനി യൂസറാണ് ജയിക്കുന്നതെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കാം? അതിന് 3 കണ്ടീഷൻസ് ആണ് ഉള്ളൂ. യൂസർ ജയിക്കാനായിട്ട് 3 കണ്ടീഷൻസ് ഉണ്ട്. അത് നമ്മളൊരു എൽസീഫ് കേസിനകത്ത് കൊടുത്തു. ഒന്ന്, യൂസറിൻ്റെ ചോയ്സ് പേപ്പറും കമ്പ്യൂട്ടറിൻ്റെ ചോയ്സ് സ്റ്റോണുമാകാം. അല്ല എങ്കിൽ ഒന്നെങ്കിൽ ഈ ഒരു കേസാണ്, ഈ ഒരു കേസ് വരാം, അല്ലെങ്കിൽ യൂസർ ചോയ്സ് സ്റ്റോണും കമ്പ്യൂട്ടർ ചോയ്സ് സിസറുമാകാം. ഇനി ഈ കണ്ടീഷൻ അല്ല എങ്കിൽ യൂസർ ചോയ്സ് സിസറും കമ്പ്യൂട്ടർ ചോയ്സ് പേപ്പറും ആകാം. അപ്പോൾ ഈ 3 കണ്ടീഷനിൽ, ഈ ഇട്ടേക്കുന്ന 3 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്താണ്? ആ റൗണ്ടിൽ യൂസർ ആയിരിക്കും വിൻ ചെയ്യുക. യൂസറിൻ്റെ ഒരു പോയിന്റ് കിട്ടുകയും ചെയ്യും. സോ അവിടെ നമ്മൾ യുവിൻ എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യും. അത് ഇപ്പോൾ യുവിനുള്ള വാല്യൂ 0 ആണ്, അത് 1 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഇനി ഇതല്ല എങ്കിൽ, അതായത് ഈ 2 കേസും വന്നില്ല എങ്കിൽ അവിടെ എന്തായിരിക്കും? സിസ്റ്റം ആയിരിക്കും വിൻ ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ചോയ്സ് സ്റ്റോണും എന്താണ് നമ്മുടെ യൂസറിൻ്റെ ചോയ്സ് സിസറും ആണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ആയിരിക്കും വിൻ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കേസുകൾ വരുമ്പോൾ എന്ത് ചെയ്യും? സിസ്റ്റം ആയിരിക്കും വിൻ ചെയ്യുക. അപ്പോൾ സിസ്റ്റത്തിനൊരു പോയിന്റ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യും. അപ്പം ഇത്രയും കേസ് നമ്മൾ എവിടെയാണ് വരുന്നത്? അതായത് ഈ ഈഫ് കണ്ടീഷൻ തൊട്ട് നമ്മൾ ഫോർ ലൂപ്പിന് പുറത്താണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഓരോ റൗണ്ടും ഐറ്ററേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് പുറത്ത് വന്നിട്ടാണ് നമ്മൾ ഈ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ
3 റൗണ്ടും നമ്മളിപ്പോൾ 3 റൗണ്ടാണ് കൊടുത്തത്. 3 റൗണ്ടും കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ആരാണ് വിൻ ചെയ്യുന്നതെന്ന് നമുക്കറിയണം. സോ അതിന് വേണ്ടി നമ്മൾ പിന്നെയും ഒരു ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്യുന്നു. ഇഫ് അതായത് യു വിൻ ഈസ് ഗ്രേറ്റർ ദാൻ സി വിൻ, അതായത് നമുക്ക് യൂസറിന് കിട്ടിയ പോയിൻ്റാണ് കമ്പ്യൂട്ടറിന് കിട്ടിയ പോയിൻറ്റിനേക്കാൾ കൂടുതലെങ്കിൽ യൂസർ ആയിരിക്കും വിൻ ചെയ്യുക. അപ്പോൾ എന്ത് കാണിക്കും? യു വിൻ ദ ഗെയിം ആൻഡ് യുവർ സ്കോർ ഈസ് യു വിൻ. അതായത് നമ്മുടെ സ്കോർ ഇപ്പോൾ ഇതിനകത്തുണ്ട്, യു വിന്നിനകത്തുണ്ട്. അപ്പോൾ യൂസറിൻ്റെ സ്കോർ ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഇനി ഇതല്ല, എന്താണ്, യൂസറിൻ്റെ സ്കോറ് കമ്പ്യൂട്ടറിൻ്റെ സ്കോറിനേക്കാൾ കുറവാണെങ്കിൽ എന്ത് കാണിക്കും? കമ്പ്യൂട്ടർ വിൻ ചെയ്തു. കമ്പ്യൂട്ടറിൻ്റെ സ്കോർ, യുവർ സ്കോർ അല്ല, ആൻഡ് സ്കോർ എന്ന് മതി. ഓക്കെ, അപ്പോൾ സ്കോർ ഈസ് സി വിൻ, അതായത് കമ്പ്യൂട്ടറിൻ്റെ സ്കോർ നമ്മൾ സി വിന്നകത്താണ് സ്റ്റോർ ചെയ്തേക്കുന്നത്, അത് പ്രിൻറ്റ് ചെയ്യും. ഇത് രണ്ടും അല്ലാതെ ഒരു കണ്ടീഷനോടെ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? നമുക്ക് രണ്ട് കൂട്ടർക്ക്, അതായത് യൂസറിനും കമ്പ്യൂട്ടറിനും ഒരേ പോയിന്റ് കിട്ടുക. അങ്ങനെ ആകുമ്പോൾ എന്ത് വരും? ആരും വിൻ ചെയ്യത്തില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രിൻറ്റ് നോ വൺ വിൻസ് എന്ന് നമ്മൾ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മുടെ ഗെയിം കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കേസ് കൊടുക്കാം, 1 to play again. ഇനിയിപ്പോൾ 3 റൗണ്ട് കഴിഞ്ഞു. ഇനി അടുത്ത റൗണ്ടിൽ നമുക്ക് ഗെയിം കളിക്കണമെങ്കിൽ ഒരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാം, 1 to play again എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ പ്രിൻറ്റ് ചെയ്യിപ്പിച്ച് കാണിക്കും, എസ് ഓർ എക്സ്. ഇപ്പം എസ് ടൈപ്പ് ചെയ്യപ്പം ആ ടൈപ്പ് ചെയ്യുന്നത് നമ്മളിവിടെ യൂസർ ചോയ്സിനകത്തേക്ക് കൊടുക്കും. ഇൻ കേസ് നമ്മൾ എസ് ടൈപ്പ് ചെയ്യണം, ഇപ്പോൾ എസ് നമ്മളിവിടെ 3 കേസായിട്ട് കൊടുത്തു. അതെന്താണെന്ന് വെച്ചാൽ യൂസർ ടൈപ്പ് ചെയ്യുന്നത് ചിലപ്പം ഈ ഫോമിലായിരിക്കാം, YES S എന്നുള്ളത് 3 സ്മോൾ ലെറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ 3 ക്യാപ്സ് ആകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം Y ക്യാപ്സും ES. അപ്പം 3 ചോയ്സിലും നമ്മൾ യൂസേഴ്സ് ടൈപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെ ടൈപ്പ് ചെയ്താലും നമുക്കത് എന്താണ് എസ് എന്നാണെന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ 3 കണ്ടീഷനും നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇനിയും കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കും? കണ്ടിന്യൂ കൊടുക്കും. കണ്ടിന്യൂവിൻ്റെ യൂസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അല്ലേ? നമുക്കൊരു ലൂപ്പ് ഉണ്ടെങ്കിൽ ആ ലൂപ്പ് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് ഐട്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഗെയിം കണ്ടിന്യൂ ചെയ്യണം, ഇവിടെ കണ്ടിന്യൂ വിളിക്കും. ഇനി ഇൻ കേസ് യൂസറിന് വേണ്ട എസ് അല്ല എക്സിറ്റ് ആണ് അടിച്ചതെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ആ നമ്മുടെ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ആയി പോകാൻ വേണ്ടി ഇവിടെ ഒരു ബ്രേക്ക് കണ്ടീഷൻ, അല്ലെങ്കിൽ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബ്രേക്ക് കണ്ടീഷൻ കൊടുക്കും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. റൗണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫൈനലി കണ്ട് നമ്മൾ നോ വൺ വിൻ, കാരണം 2 പേർക്കും ഒരേ പോയിൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആരും ജയിച്ചില്ല. അപ്പോൾ നോ വൺ വിൻ നമ്മുടെ ലാസ്റ്റ് കണ്ടീഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആൻഡ് നമ്മൾ 1 to play വെച്ച് ഞാൻ ജസ്റ്റ് എക്സിറ്റ് കൊടുത്തു. അപ്പോൾ നമ്മളിതിൽ നിന്ന് പുറത്ത് വന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക.